നമസ്കാരം. ഈ വാർത്താദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. കൊച്ചി തീരത്തിനടുത്ത് MSC എൽസ 3 ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടതിൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. കപ്പൽ കടലിൽ മുങ്ങി 19ാം ദിവസമാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തത്. കപ്പൽ ഉടമസ്ഥൻ, ഷിപ്പ് മാസ്റ്റർ, കപ്പൽ ജീവനക്കാർ എന്നിവരെ പ്രതിയാക്കിയാണ് കേസ്. മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം കപ്പൽ കൈകാര്യം ചെയ്തു എന്ന് FIR-ലുണ്ട്. കപ്പൽ അപകടത്തിൽ ഇപ്പോൾ കേസെടുക്കേണ്ടതില്ലെന്നും നഷ്ടപരിഹാരം മതിയെന്നുമായിരുന്നു സർക്കാരിന്റെ മുൻ നിലപാട്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് വിഴിഞ്ഞം തുറമുഖവുമായി നല്ല അടുപ്പമുള്ളതിനാൽ കേസെടുത്താൽ ഗുണകരമാകില്ലെന്ന് സർക്കാർ കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരള തീരത്തിനടുത്ത് മറ്റൊരു കപ്പൽ അപകടത്തിൽപ്പെടുകയും കേസെടുക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെയാണ് കേസെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. മത്സ്യത്തൊഴിലാളിയായ C. ശ്യാംജിയുടെ പരാതിയിലാണ് ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തത്. കപ്പലുടമയാണ് 1ാം പ്രതി. കപ്പലിന്റെ ഷിപ്പ് മാസ്റ്ററിനെ 2ാം പ്രതിയായും മറ്റു ജീവനക്കാരെ 3ാം പ്രതിയാക്കിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ഫോടന സാധ്യതയുള്ള ചരക്കുണ്ടായിരിക്കെ കപ്പൽ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന തരത്തിൽ കൈകാര്യം ചെയ്തുവെന്നാണ് FIR. കേസെടുക്കാൻ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമായിരുന്നുവെന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവന്റെ വാദം. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസ് എടുക്കേണ്ടതില്ലെന്ന് ഒരു ഘട്ടത്തിലും തീരുമാനിച്ചിരുന്നില്ല. ഒരു ക്രിമിനൽ ഓഫൻസ് നടന്നെങ്കിൽ മാത്രമേ ആദ്യം ചാടിക്കരുതെന്ന് കേസ് എടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പരാതികൾ വരുന്നതിനെ ആസ്പദമാക്കിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ പരിശോധനയിൽ വരുന്ന റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുമാണ് കേസെടുക്കേണ്ടത്. കേസെടുക്കാൻ കാലതാമസമുണ്ടായത് എന്തുകൊണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. തീരദേശത്തെ ഏറ്റവും ഗൗരവതരമായി ബാധിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കപ്പൽ കമ്പനികൾക്ക് കേസെടുക്കുന്നില്ല? കേസെടുക്കാൻ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ലഭിച്ചിരുന്നതായി സർക്കാർ അറിയിച്ചു. പരാതി ഉണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാമെന്ന് അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം നൽകിയിരുന്നതായും സർക്കാർ വിശദീകരിച്ചു. 24 തിരുവനന്തപുരം. ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 ചരക്ക് കപ്പലിലെ രക്ഷാദൌത്യത്തിൽ നിർണായക പുരോഗതി. തീപിടിച്ച കപ്പലിലേക്ക് വിദഗ്ധ സംഘം ഇറങ്ങി വടം ഉപയോഗിച്ച് ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചു. കപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനാണ് ശ്രമം. കത്തുന്ന കപ്പലിലേക്ക് MERC പോർബന്ദറിലെ സംഘം അതിൻ്റെ മുൻഭാഗത്തുള്ള ഒരു കൊളുത്തിൽ വലിയ വടം കെട്ടി അതിനെ ഒരു ടഗ് ബോട്ടുണ്ട്, വാട്ടർ ലില്ലി എന്ന് പറയുന്ന ടഗ് ബോട്ടുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വലിച്ചുകൊണ്ട് കടലിൽ കൂടുതൽ ഉള്ളിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ആ ടോ ലൈൻ നിലനിന്നാൽ അത് കേരളത്തിൽ നിന്ന് കൂടുതൽ ദൂരത്തിലേക്ക്, ഇനിയും ദൂരത്തേക്ക് മാറ്റാൻ അവർക്ക് സാധിക്കുമായിരിക്കും. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, കപ്പലിലേക്ക് വിദഗ്ധ സംഘം ഇറങ്ങി വടം ഉപയോഗിച്ച് ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചു എന്നുള്ളത് ഈ ദൗത്യത്തിൽ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അത് നിർണായകമായ പുരോഗതി എന്ന് തന്നെയല്ലേ അതിനെ വിലയിരുത്തപ്പെടുന്നത്? ഉറപ്പായിട്ടും. കാരണം കേരള തീരത്തെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട ആശങ്ക ഈ കപ്പൽ എത്രത്തോളം, ഈ കാറ്റിന്റെ ഗതിയും മഴയും ഒക്കെ അതിൽ നിർണായകമാണ്. എത്രത്തോളം നമ്മളുടെ അടുത്തേക്ക് വരുന്നു അത്രത്തോളം നമുക്കൊരു പാരിസ്ഥിതിക ഇമ്പാക്റ്റ്, ഒരു പരിസ്ഥിതി ആഘാതം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ആ സാഹചര്യം ഒന്നും പ്രഡിക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഈ സാഹചര്യത്തിൽ കപ്പലിനുള്ളിലേക്കൊക്കെ ഒരു വിദഗ്ധ സംഘത്തിന് ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗുജറാത്തിൽ നിന്നുള്ള MERC സംഘമാണ് ഇറങ്ങിയിട്ടുള്ളത്. വലിയ വടം ടഗ് ബോട്ടിൽ കെട്ടി അത് കൂടുതൽ ആഴക്കടലിലേക്ക്, കൂടുതൽ കടലിൻ്റെ ഉള്ളിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം, ആ കപ്പൽ ചാലിൽ നടക്കം മാറ്റാനുള്ളൊരു പ്രധാനപ്പെട്ട ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, പ്രധാനപ്പെട്ട കപ്പൽ ചാലിൽ നിന്ന് ഈ കപ്പൽ മാറ്റുക എന്നുള്ളതും ഒരു പക്ഷേ വരും ദിവസങ്ങളെ സംബന്ധിച്ച് നിർണായകമാകും. കാരണം കൂടുതൽ അപകടങ്ങൾക്ക് ഒരു പക്ഷേ ഇത് കാരണമായേക്കും എന്നുള്ള വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കൂടുതൽ മാറ്റുന്നതിനനുസരിച്ച് അക്കാര്യവും അപകടം ഒഴിവായി കിട്ടും. ബേപ്പൂരിൽ നിന്ന് 88 നോട്ടിക്കൽ മൈൽ മാറിയാണ് ഈ ചരക്ക് കപ്പലിന് തീപിടിച്ചത്. സ്വാഭാവികമായും ഇതിന്റെ ആഘാതങ്ങൾ പല വഴിക്കുണ്ടാകാമെന്ന് ഇതിനോടകം ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ MERCയുടെ ഈ ഇടപെടലും കപ്പലിൽ ഇറങ്ങാൻ കഴിഞ്ഞതും ടഗ് ബോട്ടിൽ വടം കെട്ടി കപ്പലിനെ നീക്കാൻ കഴിയുന്നതും അതൊരു പ്രധാനപ്പെട്ട നീക്കമായി മാറും. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. ചരക്ക് കപ്പലിലെ രക്ഷാദൌത്യത്തിലെ നിർണായക പുരോഗതി ഇപ്രകാരമാണ്. തീപിടിച്ച കപ്പലിലേക്ക് വിദഗ്ധ സംഘം ഇറങ്ങി വടം ഉപയോഗിച്ച് ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചു. കപ്പൽ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇനി നടക്കുന്നത്. കേരള തീരത്ത് വാൻഹായ് 503 എന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടതിന്റെ നിർണായക ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ബേപ്പൂർ അഴീക്കൽ തുറമുഖത്തിനടുത്ത് അപകടമുണ്ടായ സമയത്ത് കപ്പൽ ജീവനക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. നാവികർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ലൈഫ് ജാക്കറ്റ് അണിഞ്ഞ് രക്ഷാബോട്ടുകളിലേക്ക് മാറുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 24 എക്സ്ക്ലൂസീവ്.
വാൻഹായ് 503 എന്ന കപ്പലിൽ തീപിടുത്തം തുടങ്ങിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തീ നിയന്ത്രിക്കാനാവില്ല എന്നുറപ്പായതോടെ ജീവനക്കാർ രക്ഷപ്പെടുകയായിരുന്നു. ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ജീവനക്കാർ രക്ഷാബോട്ടിലേക്ക് മാറി. ഇതിനിടയിൽ മ്യാൻമർ സ്വദേശിയായ ജീവനക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളാണിത്. കപ്പലിന്റെ ഒരു ഭാഗം കത്തുന്നതും ഒരു ഭാഗത്തു നിന്ന് വലിയ പുക ഉയരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 18 പേരാണ് രക്ഷാബോട്ടിൽ കയറി രക്ഷപ്പെട്ടത്. 4 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. രക്ഷപ്പെട്ടവരിൽ 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 പേർക്ക് 30% പൊള്ളലേറ്റു. 24 തിരുവനന്തപുരം. തീ ആളുന്ന ചരക്ക് കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ അടുത്ത 5 ദിവസം തെക്ക് കിഴക്കായി കടലിലൂടെ ഒഴുകി നടക്കും. വടകരയ്ക്കും പൊന്നാനിക്കും ഇടയിൽ തീരത്ത് കണ്ടെയ്നറുകൾ അടിയാനാണ് സാധ്യതയെന്ന് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണൻ നായർ 24 പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. അപകടകരമായ രാസവസ്തുക്കൾ അടക്കമുള്ള ചരക്കാണ് വാൻഹായ് 503 എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത്. തീപിടുത്തത്തിന് പിന്നാലെ 25 കണ്ടെയ്നറെങ്കിലും കടലിലേക്ക് പതിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ ചെരിഞ്ഞ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ പിന്നെയും വീണതായി കോസ്റ്റ് ഗാർഡും പറയുന്നു. കണ്ടെയ്നറുകളുടെ സഞ്ചാരപാതയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വിവരം നൽകുന്നത് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിലൂടെയാണ്. നെക്സ്റ്റ് 5 ഡേയ്സ്, അടുത്ത 5 ദിവസങ്ങളിൽ നമ്മൾക്ക് ഇത് പാരലലായിട്ട് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ 5 ദിവസം കഴിഞ്ഞിട്ട് അത് വടകരയും പൊന്നാനിക്കും ഇടയിലാണ് കൂടുതൽ കണ്ടെയ്നേഴ്സ് അടിയാനുള്ള സാധ്യത. ഇന്നത്തെ സ്ഥിതി വെച്ച്, അതായത് ഇന്നത്തെ സമുദ്രസ്ഥിതി വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓയിൽ ചോർച്ച ഉണ്ടായെന്ന പ്രചാരണം തെറ്റാണ്. അമിത ആശങ്ക വേണ്ട. ഈ ഓയിൽ സ്പില്ല്, ഇതുവരെ ഓയിൽ സ്പില്ല് അവിടെ ആ സ്ഥലത്ത് സംഭവിച്ചതായിട്ട് നമ്മൾക്ക് വിവരമില്ല. സാറ്റലൈറ്റ് ഡാറ്റയിൽ നമ്മൾ അത് കാണുന്നില്ല. അത് കൂടുതലും നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ ഈ വസ്തുക്കൾ, അതായത് കണ്ടെയ്നേഴ്സ് അടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ തന്നെ ആയിരിക്കും കൂടുതലും ഓയിൽ സ്പില്ല് ഉണ്ടാകാൻ സാധ്യത. പക്ഷേ കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനം കൊണ്ട് അവിടെ തന്നെ ഈ ഓയിൽ സ്പില്ലിനെ അവർ തടഞ്ഞു നിർത്തും, അല്ലെങ്കിൽ ഡിസ്പേഴ്സന്റ് ഉപയോഗിച്ച് അത് നശിപ്പിച്ചു കളയും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇൻകോയ്സ് നേരിട്ട് വിവരങ്ങൾ കൈമാറുന്നുണ്ട്. സമുദ്ര സാഹചര്യം മാറുന്നതിനാൽ ദിവസവും ബുള്ളറ്റിനുകൾ പുതുക്കും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. സംസ്ഥാനത്ത് പരക്കെ മഴ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നതിന്റെ സൂചനയാണോ? ഏറ്റവും പുതിയ മുന്നറിയിപ്പ് എങ്ങനെയാണ്? അനുജ, സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം അതിശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ മഴ മുന്നറിയിപ്പിൽ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം 4 ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. ഈ 14, 15 തീയതികളിലായിരിക്കും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ ഉണ്ടാകുന്നത്. 15-ാം തീയതി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മഴയെ കരുതിയിരിക്കണമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ മാസം 15-ാം തീയതി വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും ഈ പ്രത്യേക ജാഗ്രത പാലിക്കണം. മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നത് ഒഴിവാക്കണമെന്ന കർശനമായ നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്കും നൽകിയിട്ടുണ്ട്. വരുന്ന 5 ദിവസം സംസ്ഥാന വ്യാപകമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 10 ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് മഴ കനക്കും. ഇടുക്കിയിൽ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന കല്ലാർകുട്ടി, പാംപ്ല ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. എറണാകുളം ജില്ലയിൽ ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇടവിട്ട് ശക്തമായി തുടരുകയാണ്. കറുകുറ്റിയിൽ സർവീസ് റോഡ് തകർന്നു. തൃശൂർ ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് മുകളിൽ മരം കടപുഴകി വീണു. തീവ്ര മഴ മുന്നറിയിപ്പില്ലാതിരുന്നിട്ടും ഇന്നലെ രാത്രിയിൽ ഇടുക്കിയിൽ പെയ്തത് അതിശക്തമായ മഴയാണ്. മണിക്കൂറുകൾ കൊണ്ട് കല്ലാർകുട്ടി, പാമ്പള ഡാമുകളിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തി. കല്ലാർകുട്ടി ഡാമിന്റെ എല്ലാ ഷട്ടറുകളും ഒരടി വീതം ഉയർത്തി. മുതിരപ്പുഴയാറിലേക്കാണ് വെള്ളമൊഴുക്കുന്നത്.
പാമ്പള ഡാമിന്റെ ഒരു ഷട്ടർ 50 സെന്റിമീറ്റർ ഉയർത്തി പെരിയാറിലേക്കും വെള്ളമൊഴുക്കുന്നു. ഇരുപുഴകളുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. എറണാകുളം ജില്ലയിൽ ഇടവിട്ടുള്ള കനത്ത മഴ തുടരുകയാണ്. കറുകുറ്റിയിൽ സർവീസ് റോഡ് തകർന്നു. മഴ ശക്തമായതോടെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ വീണ് ലോറി മറിഞ്ഞിരുന്നു. തൃശൂർ ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് മുകളിൽ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടായി. അഗ്നിരക്ഷാസേന എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 24 ഇടുക്കി. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയെ എതിർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ തന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സത്യവാങ്മൂലത്തിൽ ടി വീണ പറയുന്നത്. പിണറായി വിജയനും വീണയും അഴിമതിക്കാരെന്ന് തെളിയിക്കുന്നതിനുള്ള പോരാട്ടം തുടരുമെന്നാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം. CMRL മാസപ്പടി കേസിലെ CBI അന്വേഷണത്തെ അതിശക്തമായി എതിർക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ. വിദ്യാസമ്പന്നയും സംരംഭകയുമായ യുവതിയെ മനഃപൂർവ്വം മാനഹാനി വരുത്താനാണ് പൊതു താത്പര്യ ഹർജിയെന്ന് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ്. എക്സാലോജിക് ഒരു ബെനാമി കമ്പനി അല്ലെന്നും കൃത്യമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപാടുകൾ നടന്നതെന്നും ടി വീണ പറയുന്നു. CMRL എക്സാലോജിക് ഇടപാട് നിലവിൽ SFIO അന്വേഷിക്കുന്നുണ്ട്. SFIO അന്വേഷിക്കുന്നതിനാൽ CBIക്ക് അന്വേഷിക്കാനാകില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. AKG സെന്ററിലെ വിലാസം തെറ്റായി ഉപയോഗിച്ചതിനല്ല ROC പിഴ ഈടാക്കിയത്. നടപടിക്രമങ്ങളിലെ വീഴ്ച പരിഹരിക്കാനാണ് പിഴയെന്ന് വീണ പറയുന്നു. സത്യവാങ്മൂലത്തിലെ വാദങ്ങൾ ദുർബലവും സാങ്കേതികവുമെന്ന് മാത്യു കുഴൽനാടൻ MLAയുടെ പ്രതികരണം. വീണയുടെ വാദം ആർഗ്യുമെന്റ് തികച്ചും ദുർബലവും സാങ്കേതികവുമാണ്. ഈ കമ്പനിക്കെതിരെ നിരവധി മലിനീകരണ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ പരാതി നൽകുമ്പോൾ 2016 മുതൽ ഈ പണം വാങ്ങിയ വീണയുടെ അച്ഛനായ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിലെ അഴിമതി വ്യക്തവും വളരെ ക്ലിയറുമാണ്. മാസപ്പടി കേസിലെ CBI അന്വേഷണം എതിർത്ത് നേരത്തെ മുഖ്യമന്ത്രിയും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. മാധ്യമപ്രവർത്തകനായ MR അജയനാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. 24 കൊച്ചി. നിലമ്പൂരിലേക്കാണ് പോരാട്ടച്ചൂടിൽ നിലമ്പൂർ. നിലമ്പൂരിൽ വർഗീയ ബന്ധം ആരോപിച്ച LDF UDF മുന്നണികൾ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നതുപോലെയാണ് LDFന്റെ സ്ഥിതിയെന്ന് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ UDF. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇന്നലെയുമില്ല, ഇന്നുമില്ല, ഇനി നാളെയുമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂരിൽ കൊണ്ടും കൊടുത്തുമാണ് നേതാക്കളുടെ പ്രതികരണം. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് 5000 വോട്ടെന്നാണ് LDF UDF കണക്കുകൂട്ടൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ LDFന്റെ നെറ്റി ചുളിഞ്ഞു. പിന്തുണയെ സ്വാഗതം ചെയ്തും LDFനുള്ള PDP പിന്തുണയെ വിമർശിച്ചും UDF നേതാക്കൾ. അവർക്ക് ആരെയും കൂട്ടാം, അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി, അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് CPM കൽപ്പിക്കുന്നു. CPMനെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും. അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും വിലപ്പോവില്ല. വിവാദങ്ങൾ ഉണ്ടാക്കി അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ, കമ്മ്യൂണലായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കി ഇലക്ഷനിൽ ജയിക്കാനുള്ള ഒരു തരംതാണ രാഷ്ട്രീയമാണ് CPM അവലംബിക്കുന്നത്. അപ്പോൾ ഇതിലൊരു യാതൊരു അത്ഭുതവും ഇല്ല. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം മുഖമെന്നായിരുന്നു LDFന്റെ വിമർശനം. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് PDP ബന്ധത്തെ ചൊല്ലി CPMുമായി കൊമ്പുകോർത്ത CPI മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി RSSന്റെ മുസ്ലിം പതിപ്പായിരിക്കെ അതിനെ PDPയുമായി ബന്ധപ്പെടുത്തുന്നത് ശരിയായിരിക്കില്ല. നിങ്ങൾ പറയുന്ന കാലത്ത് PDP ഇന്നില്ലല്ലോ. ആ PDP ഇല്ല. അതിന്റെ തീവ്രവാദ ആശയങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്. നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി UDFനെയും PDPയും അഖില ഭാരതീയ ഹിന്ദു മഹാസഭയും LDFനെയും പിന്തുണയ്ക്കുന്നതാണ് നിലവിൽ നിലമ്പൂരിലെ ചൂടേറിയ രാഷ്ട്രീയ വിഷയം. 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ UDF പിന്തുണയിൽ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ്. രാഷ്ട്രീയ ആത്മഹത്യയാണ് ഇതെന്നും ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത പ്രസ്താവനയിൽ പറഞ്ഞു. നിലമ്പൂരിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പുള്ളത് എന്നാണ് കോൺഗ്രസിനുള്ള മുന്നറിയിപ്പ്. ഇടതുപക്ഷത്തിന്റെ PDP ബാന്ധവത്തിന്റെ പേരിൽ വെൽഫെയർ സഖ്യത്തെ വെള്ളപൂശുന്നത് ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുന്നതാണെന്നും പ്രസ്താവനയിൽ പറയുന്നു.
സമസ്തയെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും. കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ കലർന്നൊഴുകുന്ന പ്രസ്ഥാനമാണ് സമസ്തയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിൽ നിന്ന് ഒരു ദുരനുഭവവും സമസ്തയ്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം കേരള സമൂഹത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കൊപ്പം കലർന്നൊഴുകുന്ന പ്രസ്ഥാനമാണ് സമസ്ത. സമസ്തയുടെ ശേഷിയെക്കുറിച്ച്, സമസ്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് അത് അദ്ദേഹം പ്രത്യേകം പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും സമസ്ത എന്താണെന്നറിയാം. പിന്നെ കേരളത്തിലെ ഗവൺമെന്റിൽ നിന്ന് ഒരു ദുരനുഭവവും സമസ്തക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നതും നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ ഉള്ള കാര്യമാണ്. ആ നിലക്ക് നമുക്കങ്ങ് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള കാലത്ത് സമസ്തയുടെ സാന്നിധ്യം ആശ്വാസം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഇന്ന് നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയുള്ള ഒരു കാലമാണ്. ചിലര് നോക്കി നിൽക്കുകയാണ്, എന്തെങ്കിലും വീണ് കിട്ടാൻ, തീ പിടിപ്പിക്കാൻ നോക്കി നിൽക്കുകയാണ്. എല്ലാ ഭാഗത്തും ഉണ്ട് ഈ ആളുകൾ നോക്കി നിൽക്കുകയാണ്. അവരവസരം മുതലാക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അവിടെ സമസ്തയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. അവരെ കൂടി നമുക്ക് ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഹിന്ദു മഹാസഭ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിട്ടില്ലെന്ന് ഹിമവൽ ഭദ്രാനന്ദ. പിന്തുണ അറിയിച്ചത് ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞ് നടക്കുന്ന വ്യാജൻ എന്നാണ് ആരോപണം. ഇതിനു പിന്നിൽ BJP ആണോ എന്ന് സംശയിക്കുന്നതായും ഭദ്രാനന്ദ പറഞ്ഞു. കഴിഞ്ഞ ദിവസം CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനുമായി കൂടിക്കാഴ്ച നടത്തിയ അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ദത്താത്രേയ സായി സ്വരൂപ് നാഥ് LDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. വാർത്താസന്ധ്യ അവസാനിക്കുന്നു.